നമസ്കാരം. സ്നേഹം ദുഃഖത്തെയാണ് വിളിച്ചു വരുത്തുന്നത് എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണഭൂതർ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മൾ ആർക്കു വേണ്ടിയാണോ ഈ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നത് അവർ മൂലമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കുന്നതും പാഠങ്ങൾ പഠിക്കുന്നതും എന്ന് വാദിക്കുന്നവരുമുണ്ട്. ജീവിത പങ്കാളി, അച്ഛൻ, അമ്മ, മകൻ, മകൾ എല്ലാം ഈ ലിസ്റ്റിൽപ്പെടും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സ്നേഹത്തിൻ്റെ മറുവശമാണോ? അറിവുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ എല്ലാവർക്കും സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാണ്. ഇവിടെ ചോദിക്കേണ്ട ചോദ്യം നമുക്ക് ശരിക്കും സ്നേഹം തന്നെയാണോ ഉള്ളത് എന്നാണ്. അതോ സ്നേഹം എന്ന പേരിൽ മറ്റെന്തെങ്കിലും വികാരമാണോ? പറഞ്ഞു വരുന്നത് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ്. സ്നേഹം എന്ന പദം ഉടലെടുക്കുന്നത് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെയാകുമ്പോഴാണ്. അതെ, വെൻ ദർ ഇസ് നോ അറ്റാച്ച്മെൻറ്റ്, ലവ് ബ്ലോസംസ്. ദ പവർ ഓഫ് നോൺ അറ്റാച്ച്മെൻറ്റ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ നോൺ അറ്റാച്ച്മെൻറ്റിൻ്റെ മീനിങ് കാണുന്നത് ലാക്ക് ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്നാണ്. അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ, ബന്ധനം. ലാക്ക് ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബന്ധനത്തിൻ്റെ അഭാവം എന്ന്. ദലൈലാമ പറഞ്ഞിട്ടുണ്ട്, അറ്റാച്ച്മെൻറ്റ് ഇസ് ദി ഒറിജിൻ, ദ റൂട്ട് ഓഫ് സഫറിങ്, ഹെൻസ് ഇറ്റ് ഇസ് ദ കോസ് ഓഫ് സഫറിങ് എന്ന്. മനക്ലേശത്തിൻ്റെ വേരാണത്രേ അറ്റാച്ച്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ വിഷമങ്ങൾക്കുള്ള കാരണവും അറ്റാച്ച്മെൻറ്റ് തന്നെ എന്ന്. ഇങ്ങനെയൊരു ചിത്രം ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുണ്ട്. ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഒരു സന്യാസി ഇമെയിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന്. ഗുരു പറയുന്നു, ഷുവർ, ആസ് ലോങ് ആസ് ദർ ആർ നോ അറ്റാച്ച്മെൻറ്റ്സ്. ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ അറ്റാച്ച്മെൻറ്റ്സ് ഇല്ലാതെയായാൽ മതിയെന്ന്. തമാശയാണ്, എങ്കിലും കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്മെൻറ്റും ലവും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, വ്യത്യാസം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റിൽ ഒരു നീഡ് ഫുൾഫിൽമെൻ്റ് ഉണ്ട്, ആവശ്യം നിറവേറ്റുക. മറ്റൊരാളിലൂടെ ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ശ്രമിക്കുന്നു. സ്നേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ക്ഷേമമാണ് പ്രധാനം. അവിടെ കരുതലും വാത്സല്യവും എല്ലാം ഉണ്ട്. അവിടെ ഞാൻ എന്ന വ്യക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ദർ ഇസ് എൻ എലിമെൻറ്റ് ഓഫ് സെൽഫിഷ്നെസ് ഇൻ അറ്റാച്ച്മെൻറ്റ്. സ്വാർത്ഥതയുടെ ഒരു ഘടകമുണ്ട് അറ്റാച്ച്മെൻറ്റിൽ. സ്നേഹത്തിലതില്ല. മറ്റൊന്ന് പറയാനുള്ളത്, അറ്റാച്ച്മെൻറ്റ് ഇൻവോൾവ്സ് ഫിയർ ഓഫ് സെപ്പറേഷൻ ഓർ ലോസ്. എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നോ വേർപിരിഞ്ഞു പോകുമോ എന്നോ ഉള്ള ഭയം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് അറ്റാച്ച്മെൻറ്റിൽ. ലവ് ഈസ് മോർ അൺകണ്ടീഷണൽ. നിരുപാധികം സ്നേഹിക്കുക എന്നതാണ് സ്നേഹത്തിൻ്റെ ഒരു നിർവചനം. ഫൈനലി, അറ്റാച്ച്മെൻറ്റിൽ യു ആർ അറ്റാച്ച്ഡ് ടു ദി ഔട്ട്കം. നിങ്ങളുടെ ആഗ്രഹം ഫലവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിലും ആശങ്കയുടെ ചില എലിമെൻറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒരു കർക്കശക്കാരനല്ല. ഇന്നത് വേണം എന്ന പിടിവാശി സ്നേഹത്തിലില്ല, പക്ഷേ അറ്റാച്ച്മെൻറ്റിൽ അതുണ്ട്. ശരിക്കു പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റിൽ ലവ് ഉണ്ട്, ബട്ട് ദർ ഇസ് സംതിങ് മോർ. ആ സംതിങ് മോർ എന്താണ് എന്ന് മനസ്സിലാക്കി അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കി നിൽക്കുന്നത് സ്നേഹമാണ്, ലവ് ആണ്. അതെന്തെല്ലാമാണ് ഈ എക്സ്ട്രാ എന്ന് പറയുന്നത്? യുവർ നെയിം ആൻഡ് ഫെയിം, നിങ്ങൾക്കുള്ള പേരും പ്രശസ്തിയും. യുവർ ഇൻസെക്യൂരിറ്റി, യുവർ സെൽഫിഷ് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾ. യുവർ ഫിയർ ഓഫ് സെപ്പറേഷൻ ഓർ ലോസ്, നിങ്ങൾക്കുള്ള ചില പേടി. ഇതെല്ലാം മാറ്റി നിർത്തിക്കോളൂ. പിന്നെ ബാക്കി വരുന്നത് ലവ് ആണ്, സ്നേഹമാണ്. ജീവിതത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ സ്നേഹം എന്താണ്, അറ്റാച്ച്മെൻ്റ് എന്താണ്, ഇത് രണ്ടും മനസ്സിലാക്കിയിരിക്കണം. അറ്റാച്ച്മെൻ്റ് ഒഴിവാക്കിയ ശേഷം സ്നേഹിക്കാൻ തുടങ്ങണം. എങ്ങനെയാണ് നോൺ അറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക? 4 വഴികൾ പറയാം. നമ്പർ 1, അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഓൺ ഹാപ്പിനെസ്. നിങ്ങളുടെ സന്തോഷത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നിങ്ങളുടെ സന്തോഷം മറ്റ് സാധനങ്ങളിലും മറ്റു വ്യക്തികളിലും അധിഷ്ഠിതമല്ല എന്ന സത്യം തിരിച്ചറിയുക. 2, ഡോണ്ട് ലെറ്റ് തിങ്സ് ഓർ പീപ്പിൾ കൺട്രോൾ യു. മറ്റു സാധനങ്ങളും വ്യക്തികളും ഒന്നും തന്നെ നിയന്ത്രിക്കാൻ പാടില്ല. അതിനുള്ള അനുവാദം കൊടുക്കാൻ പാടില്ല. എൻ്റെ മനസ്സിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെ. 3, allow changes to happen around you.
നിങ്ങൾക്ക് ചുറ്റും മാറ്റങ്ങൾ സംഭവിച്ചോട്ടെ, അതിന് അനുവാദം കൊടുക്കുക. ആഗ്രഹിച്ചോളൂ പലതും, പക്ഷെ പിടിവാശി പാടില്ല. പിടിവാശിയാണ് പ്രശ്നം. മാറ്റങ്ങൾ സ്വാഭാവികമാണ്. ചേഞ്ച് ഇസ് വെരി നാച്ചുറൽ. പലതും നിങ്ങൾക്ക് ആഗ്രഹിക്കാം, പക്ഷേ പിടിവാശി ഒഴിവാക്കുക. നിങ്ങൾ വിചാരിച്ച രീതിയിൽ ജീവിതം മുമ്പോട്ട് പോകണമെന്നില്ല. നിങ്ങൾ വിചാരിച്ച രീതിയിൽ ആളുകൾ പെരുമാറണമെന്നില്ല. നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്പോൾ ആ പിടിവാശി ഒഴിവാക്കുന്ന സമയത്ത് തന്നെ ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. 4. പ്രാക്ടീസ് നോൺ അറ്റാച്ച്മെൻറ്റ് ഇൻ പേരൻ്റൽ ലവ്. ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പേരൻസിന് കുട്ടികളുടെ കാര്യത്തിൽ വല്ലാതെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കുട്ടികൾ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരണം എന്ന് വാശി പിടിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അവർക്ക് വല്ലാത്ത വേദന അനുഭവിക്കേണ്ടി വരും. കാരണം അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം എന്നില്ല. അവർ ആഗ്രഹിക്കുന്ന പ്രൊഫഷനിൽ കുട്ടി എത്തണം എന്നില്ല. ലെബനീസ് അമേരിക്കൻ കവിയും എഴുത്തുകാരനുമായിരുന്ന ഖാലിൽ ജിബ്രാൻ പറഞ്ഞതുപോലെ, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. They came through you, but not from you. And though they are with you, yet they belong not to you. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല. ജീവിക്കാൻ സ്വയം കൊതിക്കുന്ന ആത്മാവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ് അവർ. അവർ നിങ്ങളിലൂടെ വന്നു എന്നേയുള്ളൂ, നിങ്ങളിൽ നിന്നുമല്ല വന്നത്. അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. എത്ര സത്യമല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ആസ് പേരൻസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, മാക്സിമം ചെയ്യണം. പക്ഷേ അവരെന്താകണം, ആരാകണം എന്ന പിടിവാശി പാടില്ല. ഇങ്ങനെ വരുമ്പോൾ ഒരു ഫ്രീഡം നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകും. അറ്റാച്ച്മെൻ്റ് ഒട്ടുമില്ലാത്ത അവസ്ഥ, സ്നേഹം ശരിക്കും ഉള്ള അവസ്ഥ. അതാണ് ശരിയായ ജീവിതം. നന്ദി, നമസ്കാരം.